റേഡിയോ സ്റ്റാർ ശ്രോതാക്കൾക്ക് നേരിട്ട് സ്റ്റുഡിയോയിലെത്തി റേഡിയോ സ്റ്റാർ ആകുവാൻ വോയ്സ് ഓഫ് കേരള 1152 AM അവസരമൊരുക്കുന്ന വേദി റേഡിയോ സ്റ്റാർ. റേഡിയോ സ്റ്റാർ ഓൺലി ഓൺ വോയ്സ് ഓഫ് കേരള 1152 AM. അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിംഗ് ശ്രോതാക്കളെ. വോയിസ് ഓഫ് കേരള 1152 AM ഇപ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക്. നമ്മുടെ റേഡിയോയുടെ ലോകമെമ്പാടുമുള്ള ഗൾഫിലുടനീളമുള്ള നല്ല ആക്റ്റീവ് ലിസണേഴ്സ്, അവരുടെ കൂട്ടത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. സംഗീത സംവിധായകരും ഗാനരചയിതാക്കളും ഗായകരും അഭിനേതാക്കളും ഒക്കെയുണ്ട്. അങ്ങനെ വ്യത്യസ്ത കലാജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ പ്രവാസികളായിട്ടുള്ള ശ്രോതാക്കൾ ഒരു മണിക്കൂർ ഇഷ്ടഗാനങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ ആയിട്ട് എത്തുന്ന വേദിയാണ് റേഡിയോ സ്റ്റാർ. ഇന്ന് നമുക്ക് റേഡിയോ സ്റ്റാർ ആയിട്ട് എത്തിയിട്ടുള്ള വ്യക്തിയെ ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ പരസ്യത്തിലൂടെ കേട്ട് പരിചയപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം എങ്ങനെയിരിക്കും, എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, ഏതൊക്കെയാണ് ഇഷ്ടഗാനങ്ങളെന്ന് വ്യക്തമായൊരു ധാരണ ചെറിയ പരസ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്റ്റുഡിയോയിൽ അടുത്തറിയാം. ഒരു മണിക്കൂർ ഇനി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മേഖലയിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് ഗൾഫിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ട് നമുക്ക് പറയാം. ലെറ്റ് മി പ്രൗഡ്ലി വെൽക്കം മിസ്റ്റർ പോൾസൺ പാവർട്ടി. പോൾസൺ, വെൽക്കം ടു റേഡിയോ സ്റ്റാർ. എന്ത് പറയുന്നു? താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു ചെറിയ ആമുഖം പറയാമെന്ന് വെച്ചു. പിന്നെ വിചാരിച്ചു താങ്കള് വന്നിട്ട് നേരിട്ട് ചോദിച്ച് ഏത് കാര്യത്തിലാണ് ഇനി സംശയമുള്ളതെന്നുള്ളത് ക്ലിയർ ചെയ്ത് പോകാനുള്ളത്. കാരണം 26 വർഷം എന്ന് മാത്രം പറഞ്ഞു നിർത്തിയത് അതുകൊണ്ടാണ്. 26 വർഷമായിട്ട് ദുബായിൽ തന്നെയാണോ അതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തായിരുന്നു? എന്താണ് പ്രവാസാനുഭവം, എന്താണ് താങ്കളുടെ? 26 വർഷമായിട്ട് ഞാൻ ദുബായിൽ തന്നെയാണ്. അതിൽ ഒരു വർഷം മാത്രമേ ഷാർജയിലുണ്ടായിരുന്നു, ഒരു 1.5 വർഷം. ബാക്കിയുള്ള ജീവിതം മുഴുവൻ ദുബായിൽ തന്നെയാണ്. അപ്പം ഞാനിപ്പോ ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനപ്പുറം ഇപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിലൊക്കെ താങ്കളെ ഈ പേരിലൂടെ പരിചയമാണ്. പിന്നെ ടെലിവിഷൻ കാണുന്നവർക്കും നാടകമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കും അത് ആസ്വദിക്കുന്നവർക്കും ഒക്കെ പരിചയം ഉണ്ടാകും. പക്ഷെ വ്യക്തമായിട്ട് ആ പോൾസൺ തന്നെയാണോ ഈ പോൾസൺ എന്നൊരു സംശയമല്ലേ? അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവും അല്ലേ? ആ പോൾസൺ തന്നെയാണ് ഈ പോൾസൺ. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില സംഭവങ്ങൾ നമുക്ക് പാവർട്ടിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാം. അല്ലെങ്കിൽ ദുബായിൽ തന്നെ പല താങ്കളുടെ സീരിയൽ അനുഭവങ്ങളായിട്ട് ഗാനരചനയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഒരു കൺഫർമേഷൻ അവർക്ക് കിട്ടുമ്പോൾ അവർ പറയും യെസ്, നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്ന അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ കണ്ടിട്ടുള്ള ടെലിവിഷനിൽ കണ്ടിട്ടുള്ള പോൾസൺ പാവർട്ടി റേഡിയോ സ്റ്റാർ ആയിട്ട് വോയിസ് ഓഫ് കേരള 152 AM കുറച്ച് കഥകളും ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം തന്നെ താങ്കളുടെ ഇഷ്ടഗാനങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നത് താങ്കളുടെ ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം തന്നെയാണ്. കാരണം ഒരുപാട് ഭക്തിഗാനങ്ങളാണ് താങ്കൾ എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു പാട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്തുകൊണ്ട് തുടരാം ഈ ഒരു അഭിമുഖം. ഏതാണ് ആ ഗാനം? ഞാൻ മെയിനായിട്ട് ആദ്യമൊക്കെ പാട്ടുകൾ എഴുതാൻ തുടങ്ങിയത് ഭക്തിഗാനങ്ങളിലാണ്. 15 വർഷം മുൻപ് ആണ് ഞാൻ ആദ്യമായിട്ടൊരു കാസറ്റ് ഇറക്കുന്നത്. അത് നമ്മുടെ ആബേലച്ചൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ്, കലാഭവൻ ആബേലച്ചൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ആദ്യത്തെ എൻ്റെ പാട്ടുകളൊക്കെ ഇറങ്ങിയത്. പിന്നീട് ഒത്തിരി പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു 10-25 പാട്ടുകൾ അങ്ങനെ റെക്കോർഡഡ് ആയിട്ടുണ്ട്. അത് ഇപ്പോൾ റീസെൻ്റ്ലി മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാവുന്ന ഒരു പാട്ട് നമ്മുടെ പ്രവാസികളെക്കുറിച്ച്, നമ്മളെക്കുറിച്ചുള്ള ഒരു പാട്ട് തന്നെയാണ്. അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രവാസികളായി നമുക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത്. അപ്പൊ ഏതായാലും ആ പാട്ട് കേട്ട് തന്നെ അറിയട്ടെ അല്ലേ? നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ യാന്ത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത്, നിങ്ങൾ എഴുത്തുകാരൊക്കെ അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ യാന്ത്രിക ജീവിതം നയിക്കുന്ന നമ്മൾ പ്രവാസികളുടെ ജീവിതഭാരവും ജീവിത സുഖദുഃഖങ്ങളും ഒക്കെ എത്രത്തോളം ഒരു ഗാനരചയിതാവ് എന്നുള്ള രീതിയിൽ പോൾസൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഗാനം കേട്ടിട്ട്. പ്രിയരെ, ഇന്നത്തെ റേഡിയോ സ്റ്റാർ ആണ് ഈ ഗാനരചയിതാവ് പോൾസൺ പാവർട്ടി. അദ്ദേഹത്തിന്റെ പ്രവാസികളെ പറ്റിയുള്ള ഭക്തി ഗാനം ഈ വേദിയിൽ.
ഭാരം വഹിപ്പോർക്കും അത്താണിയായിടും തമ്പുരാനേ. അപ്പത്തിനായി ഞങ്ങൾ ചെയ്തിടും അധ്വാനം അർത്ഥവത്താക്കി നീ തീർക്കേണമേ. അധ്വാനിക്കുന്നോർക്കും ഭാരം വഹിപ്പോർക്കും അത്താണിയായിടും തമ്പുരാനേ. അപ്പത്തിനായി ഞങ്ങൾ ചെയ്തിടും അധ്വാനം അർത്ഥവത്താക്കി നീ തീർക്കേണമേ. അങ്ങകലെ നാട്ടിൽ വേറിട്ടു കഴിയുന്ന ഞങ്ങൾ തൻ കുടുംബങ്ങളെ ഓർത്ത്. അങ്ങകലെ നാട്ടിൽ വേറിട്ടു കഴിയുന്ന ഞങ്ങൾ തൻ കുടുംബങ്ങളെ ഓർത്ത്. വിങ്ങും മനസ്സുമായി മരുഭൂവിൽ കഴിയുന്ന ഞങ്ങൾക്ക് നീയല്ലാതാരുമില്ലാശ്രയം. വിങ്ങും മനസ്സുമായി മരുഭൂവിൽ കഴിയുന്ന ഞങ്ങൾക്ക് നീയല്ലാതാരുമില്ലാശ്രയം. ഞാൻ പോൾസൺ പാവറട്ടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് കേരള 1152 AM മലയാളത്തിന്റെ നേർശബ്ദം. പൊള്ളുന്ന വെയിലത്തും കോച്ചും തണുപ്പത്തും പൊഴിയുന്ന മഞ്ഞത്തും ചൊരിയുന്ന മഴയത്തും. പൊള്ളുന്ന വെയിലത്തും കോച്ചും തണുപ്പത്തും പൊഴിയുന്ന മഞ്ഞത്തും ചൊരിയുന്ന മഴയത്തും. പതറാതെ തളരാതെ വേല ചെയ്തിടുന്ന പാവങ്ങൾ ഞങ്ങൾക്ക് നീയല്ലോ ശക്തി. പതറാതെ തളരാതെ വേല ചെയ്തിടുന്ന പാവങ്ങൾ ഞങ്ങൾക്ക് നീയല്ലോ ശക്തി. ഇഷ്ടമില്ലാത്തൊഴിൽ ചെയ്യേണ്ടി വന്നാലും കഷ്ടപ്പാടൊത്തിരി പേറേണ്ടി വന്നാലും. ഇഷ്ടമില്ലാത്തൊഴിൽ ചെയ്യേണ്ടി വന്നാലും കഷ്ടപ്പാടൊത്തിരി പേറേണ്ടി വന്നാലും. അഷ്ടിക്കു വകയില്ലാതലയേണ്ടി വന്നാലും നഷ്ടപ്പെടുത്തില്ല ഞങ്ങൾ തൻ വിശ്വാസം. അഷ്ടിക്കു വകയില്ലാതലയേണ്ടി വന്നാലും നഷ്ടപ്പെടുത്തില്ല
അപ്പത്തില്ല ഞങ്ങൾ തൻ വിശ്വാസം. അധ്വാനിക്കുന്നോർക്കും ഭാരം വഹിപ്പോർക്കും അത്താണിയായിടും തമ്പുരാനേ, അപ്പത്തിനായി ഞങ്ങൾ ചെയ്തിടും അധ്വാനം അർത്ഥവത്താക്കി നീ തീർക്കേണമേ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സ്റ്റാർ ഓൺ വോയിസ് ഓഫ് കേരള 101.2 AM. ഞാൻ രുചി മണ്ണേൽ. എന്നോടൊപ്പം ഇന്ന് റേഡിയോ സ്റ്റാർ ആയിട്ടുള്ളത് ഒരു TV സ്റ്റാറാണ്. ഫിലിം സ്റ്റാർ ആയിട്ടുണ്ടോ? ഇല്ല, ഫിലിം സ്റ്റാർ ആയിട്ടില്ല, പക്ഷെ ആഗ്രഹമൊക്കെ ഉണ്ട്. അല്ല, താങ്കളുടെ ഒരു ചിരിയും സൗന്ദര്യവും താങ്കളുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ കാണുമ്പോൾ ഒരു സിനിമയിലൊക്കെ എനിക്ക് തോന്നുന്നു താങ്കളുടെ പക്ഷെ ഒരുപാട് പരിചയക്കാരും സഹപ്രവർത്തകർ സതീഷ് ചേട്ടനൊക്കെ അടക്കമുള്ളൂ, അങ്ങനെ അല്ലെങ്കിൽ ഇവിടുത്തെ പറയാവുന്ന ആൽബർട്ട് അലക്സോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ താങ്കളുടെ അത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഗൾഫിലുള്ള ഒരുപാട് ആൾക്കാർ സിനിമയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും ടെലിഫിലിമിലും അല്ലെങ്കിൽ തിരക്കഥയിലൊക്കെ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണോ? ഞാൻ ടെലി സീരിയൽ എത്തിയിട്ടുണ്ട്. ഒരു 2 ടെലി സീരിയൽ ദുബായിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. 3 എപ്പിസോഡ് വീതം ഉള്ളത്. കൈരളി TV-യിൽ അത് ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, എന്തായിരുന്നു ആ ഒരു ടെലി സീരിയലുകളുടെ താങ്കളുടെ ടെലി സീരിയൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ കാണുന്ന ടെലിവിഷൻ സീരിയലാണോ അതോ? ഇത് നമ്മളുടെ തികച്ചും പ്രവാസികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ആദ്യത്തെ ടെലി സീരിയൽ ചെയ്തത് ഹേ ബായ് ഇത് ദുബായ്. അത് നമ്മളുടെ ദുബായ് കഥയാണ്, ഇവിടെ ഉണ്ടായ സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഇത് അയാൾ പറഞ്ഞ കഥ. അപ്പോൾ ഇതിന്റെ തിരക്കഥയും എഴുതാനായിട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അതിലുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം എന്റെ കോൺട്രിബ്യൂഷൻ അതിലുണ്ടായിരുന്നു. ഈ 2 സീരിയൽ രണ്ടും കൈരളിയിൽ തന്നെയാണ്, കൈരളി ചാനലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര എപ്പിസോഡ്സ് ആയിട്ടാണ്? അത് 3 എപ്പിസോഡ് വീതമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടിനും 3 എപ്പിസോഡാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള രീതിയിൽ തന്നെ താങ്കൾക്ക് അതിനകത്ത് അഭിനയിക്കാൻ പറ്റി. താങ്കളുടെ തിരക്കഥയായിരുന്നു, താങ്കളുടെ തന്നെ ഡയറക്ഷൻ അസോസിയേഷൻ അസോസിയേറ്റ് ഡയറക്ടറായി. അപ്പൊ അതൊരു സിനിമയിലേക്കുള്ള തുടക്കമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഏതായാലും ഇതൊരു ഓഡിഷൻ കൂടി ആവട്ടെ, അത് സിനിമയ്ക്കുള്ള ഓഡിഷൻ ആവട്ടെ. താങ്കൾ 1 മണിക്കൂർ പറഞ്ഞു, നമുക്ക് ഡയറക്ടേഴ്സ് ഒക്കെ പറയാലോ ഇവിടെ ഇങ്ങനെ താങ്കളുടെ എനിക്ക് തോന്നുന്നില്ല ഒരു വില്ലനായിട്ടൊന്നും പറ്റുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന പോൾസിനെ നമുക്ക് വില്ലൻ ക്യാരക്ടറൊന്നും കൊടുക്കാൻ പറ്റില്ല. താങ്കൾക്കെതിരെ കപടമീശയൊക്കെ വെച്ചാലൊരു ലുക്ക് വരുമെങ്കിലും. പക്ഷെ എന്റെ ആദ്യത്തെ സീരിയലിൽ ഞാൻ വില്ലനായിരുന്നു. അങ്ങനെയാണ് ഈ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ അമരീഷ് പുരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെയൊക്കെ പാർക്കിൽ കാണുമ്പോൾ സ്ത്രീകൾ ഓടി ഒളിക്കുന്ന കാലമുണ്ടായിരുന്നു ബോംബെയിലും ഡൽഹിയിലൊക്കെ. എപ്പോഴും വില്ലന്മാർ വളരെ പാവമായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ പാവം ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് വില്ലന്മാര്. ഓക്കെ, ഏതായാലും താങ്കളുടെ ഗാനരചനകൾ വിവിധ മേഖലകളെ സ്പർശിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ നമ്മുടെ റേഡിയോയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രണയഗാനം, അതാണ് താങ്കളിത് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഓർമ്മയിലെ പ്രണയം എന്ന് പറഞ്ഞു. ഈ ഓർമ്മയിലെ പ്രണയം താങ്കളുടെ പാവറട്ടിയിലെ ജീവിതമായിട്ടുള്ള ബന്ധപ്പെട്ടതാണോ? ഓർമ്മയിലെ പ്രണയം എന്റെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് കൂട്ടാം. അതൊരു നല്ലൊരു ലവ് സോങ് ആണ്. മയങ്ങിക്കിടന്ന എൻ മോഹവികാരത്തെ എന്തിനോ നീ തൊട്ടുണർത്തി. അത് ഏതൊരു ചെറുപ്പക്കാർക്കും മനസ്സിലുണ്ടാവുന്ന സംഭവം തന്നെയാണ്. എൻ്റെ ജീവിതത്തിലും ഉള്ളൊരു ഭാഗം തന്നെയാണ്. അത് ഞാൻ ഒരു പാട്ടായിട്ട് എഴുതി. അത് എഴുതിയതിന് ശേഷം അത് വിഷ്വൽ ചെയ്തു. അത് വിഷ്വൽ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. പിന്നെ അതിന് എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത് വിഷ്വൽ ചെയ്തത് അതിൽ അഭിനയിച്ചത് എൻ്റെ മോൻ തന്നെയാണ്. പിന്നെ അതിൽ അഭിനയിച്ച ഹീറോയിൻ എൻ്റെ ചേട്ടന്റെ മകളാണ്. എൻ്റെ മകന്റെ പേര് ബെൻസൺ പോള്, മകളുടെ പേര് ഷെൽമ ജോൺസൺ. ഇതിന്റെ ക്യാമറ ആൻഡ് ഡയറക്ഷൻ ചേട്ടന്റെ മോനാണ്, ഷെൽസൺ ജോൺസൺ. ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിന്റെ മ്യൂസിക് ആൻഡ് സിംഗർ ഒരു വിമൽ മോഹൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അതൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ഇത് ഇന്നത്തെ റേഡിയോ സ്റ്റാർ പോൾസൺ പാവറട്ടിയുടെ ഗാനരചനയിലും മേൽനോട്ടത്തിലും ഇറങ്ങിയ ഒരു ലവ് സോങ്. ഇറ്റ്സ് എ മ്യൂസിക്കൽ ആൽബം. യു ആർ ലിസണിംഗ് ടു റേഡിയോ സ്റ്റാർ.
എന്തിനു നീ തൊട്ടുണർത്തി ഒഴിഞ്ഞു കിടന്ന എന്തത്തിൻ മണിച്ചപ്പിൽ എന്തിനു സ്വപ്നം വിതച്ചു ഒഴിഞ്ഞു കിടന്ന എന്തത്തിൻ മണിച്ചപ്പിൽ എന്തിനു സ്വപ്നം വിതച്ചു വലയത്തിൽ വീണുപോയറിയാതെ കണ്ണോട് കണ്ണോക്കിയപ്പോ നിൻകാന്ത വലയത്തിൽ വീണുപോയറിയാതെ കണ്ണോട് കണ്ണോക്കിയപ്പോ അനുവാദമില്ലാതെ എന്നുള്ളം കവർന്നതിൽ അനുരാഗ ചിത്രം അനുവാദമില്ലാതെ എന്നുള്ളം കവർന്നതിൽ അനുരാഗ ചിത്രം നീ തീർത്തു മയങ്ങിക്കിടന്ന എൻ മോഹവികാരത്തെ എന്തിനു നീ തൊട്ടുണർത്തി ഒഴിഞ്ഞു കിടന്ന എൻ ഹൃത്തിൻ മണിച്ചപ്പിൽ എന്തിനു സ്വപ്നം വിതച്ചു ഞാൻ പോൾസൺ പാവറട്ടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് കേരള 1152 AM മലയാളത്തിന്റെ നേർശബ്ദം. സൂര്യകാന്തിപ്പൂ സൂര്യനെ നോക്കുമ്പോൾ നിന്നെ ഞാൻ നോക്കിയിരിക്കും സൂര്യകാന്തിപ്പൂ സൂര്യനെ നോക്കുമ്പോൾ നിന്നെ ഞാൻ നോക്കിയിരിക്കും കാട്ടിലോ വീട്ടിലോ എവിടെയാണെങ്കിലും ഞാനും ലഭിച്ചിടും കാട്ടിലോ വീട്ടിലോ എവിടെയാണെങ്കിലും ഞാനും ലഭിച്ചിടും മയങ്ങിക്കിടന്ന എൻ മോഹവികാരത്തെ എന്തിനു നീ തൊട്ടുണർത്തി ഒഴിഞ്ഞു കിടന്ന എൻ ഹൃത്തിൻ മണിച്ചപ്പിൽ എന്തിനു സ്വപ്നം വിതച്ചു ഒഴിഞ്ഞു കിടന്ന എൻ ഹൃത്തിൻ മണിച്ചപ്പിൽ എന്തിനു സ്വപ്നം വിതച്ചു മയങ്ങിക്കിടന്ന എൻ മോഹവികാരത്തെ എന്തിനു നീ തൊട്ടുണർത്തി ഇടവേളയ്ക്ക് ശേഷം റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റേഡിയോ സ്റ്റാർ പോൾസൺ പാവറട്ടി. റേഡിയോ സ്റ്റാർ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സ്റ്റാർ. ഇന്നത്തെ റേഡിയോ സ്റ്റാർ ദുബായിൽ നിന്നുള്ള പോൾസൺ പാവറട്ടി ആണ്. എന്താണ് നാട്ടുവിശേഷങ്ങൾ പറയാനുള്ളത്? നാട്ടിലെ താങ്കളുടെ ഇപ്പോൾ ചിലർ നമ്മൾ കാണുന്നത്, ഞാൻ മറ്റൊന്നും കൂടെ അല്ല, താങ്കളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ കൂടുതൽ, അതായത് അസോസിയേറ്റ് ചെയ്യുന്ന സിനിമകളോ അല്ലെങ്കിൽ ടെലിഫിലിംസോ കാസറ്റ്സോ തിരക്കഥകളോ ഒക്കെ, അതിനൊക്കെ അപ്പുറം അതിലേക്ക് ഒരുപാട് അധികം ആളുകളുടെ കൃഷികളുമായിട്ട്, നമ്മളങ്ങനെ പറയില്ലേ, ഈ കലാകാരന്മാർ തമ്മിൽ പറയല്ലോ, പലതരം പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ല വിളനിലം ഗൾഫാണോ പാവറട്ടിയാണോ?
എന്നെ സംബന്ധിച്ച് ഞാൻ പാവർട്ടി ഉദ്ദേശിച്ച കേരളം കേട്ടോ. അത് മനസ്സിലായി. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ 25 വയസ്സിലാണ് ഞാൻ ദുബായിക്ക് വരുന്നത്. ആ 25 വയസ്സ് വരെയും ഞാൻ നാട്ടിൽ വളരെ സജീവമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനൊന്ന് പിന്നിൽ നിന്നു. കാരണം എൻ്റെ ചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് നാടല്ല, ഇവിടെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. നാട്ടിൽ കൺട്രോൾ ഇല്ലായിരുന്നു. അല്ല, കൺട്രോൾ മീൻസ് ഞാൻ എല്ലാവരിലും സജീവമായി പ്രവർത്തിക്കുന്ന കാരണം കൊണ്ട്. അപ്പോൾ അത് താങ്കളെ പാവർട്ടിയിൽ വൈകുന്നേരം വന്നാൽ വായനശാലയിൽ കാണാം, ഞായറാഴ്ച വന്നാൽ ചർച്ചിന്റെ അവിടെ കാണാം. അങ്ങനെ ഞാൻ പള്ളികളിലും കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ എനിക്കൊരു മൂക്കയറിട്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ നാടല്ല. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഒന്ന് പിന്നാക്കം തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ കാര്യങ്ങളിലൊക്കെ. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ TG രവിയുടെ കൂടെ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ ഞാൻ മാള രവീന്ദ്രൻ തൃശ്ശൂർ LC ഇവിടെ കൂടെയൊക്കെ നാട്ടിൽ വെച്ച് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. ഒരു 25-ന് മേലെ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ശരിക്കും 5 വയസ്സ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ഞാൻ നാടകം അഭിനയിക്കാൻ തുടങ്ങി. അന്ന് ബാലനാടനും ബാലനടിയും ഒക്കെ ഞാൻ തന്നെയാണ്. പിന്നീട് ഇന്നും നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഹരം തന്നെയാണ്. നമുക്ക് ഏതായാലും ആ നാടകത്തെ പറ്റി, നാടകാനുഭവങ്ങളെ പറ്റി കൂടുതൽ പറയാം. പക്ഷെ അതിനു മുൻപ് ശ്രോതാക്കൾ കാത്തിരിക്കുന്നു. താങ്കളുടെ ഇനി ഏതാണ് അടുത്ത ഒരു ഇഷ്ടഗാനമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് 26 വർഷം മുൻപ്, വരുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ നമ്മുടെ നാടോടിക്കാറ്റ് എന്ന സിനിമ കണ്ടത്. അതിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പാട്ടാണ് കരകാണ കടലിലെ മേലെ. ഞാൻ ദുബായിലേക്ക് വരുമ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു കരകാണ കടലിലെ മേലെ. ഞാനിവിടെ എത്തി. അതെനിക്ക് എന്നും ഓർമ്മയിൽ പതിഞ്ഞു നിൽക്കുന്നൊരു പാട്ടാണ്. അല്ല, ആ സിനിമയിലെ ആ ഒരു ബോട്ടിലോ കപ്പലിലോ ഒക്കെ കാണിക്കുന്ന പോലെ മോഹൻലാലും ശ്രീനിവാസനും അങ്ങനെ ഒരു കഥാപാത്രം ആയിരുന്നു താങ്കളുടെ പ്രവാസി എന്ന് പറയുന്ന ഒരു സങ്കല്പം? അല്ല, അതായത് നമ്മൾ ഏതൊരു പ്രവാസി ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം എന്നുള്ള രീതിയിലാണ് ആ പാട്ട് പറയുമ്പോൾ. അങ്ങനെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞാൻ സ്വപ്നം കണ്ടിട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ വിവരം അറിഞ്ഞു. അങ്ങനെയല്ല ജീവിതം. എന്നാലും ആ പാട്ട് ഇഷ്ടമാണ്. ആ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. കടലല മേലെ മോഹപ്പൂം കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. കരകാണ കടലല മേലെ മോഹപ്പൂം കുരുവി പറന്നേ, കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്താര തെയ്യന്താര ദൈ 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 ദൈ. സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം. പാരേതോ പൂന്തേൻ ചഷകം, ഞാനേതോ വീഞ്ഞിൻ ലഹരി. പാരേതോ പൂന്തേൻ ചഷകം, ഞാനേതോ വീഞ്ഞിൻ ലഹരി.
നരലോക പഞ്ഞം തീർക്കാൻ സുരലോകം വാതിൽ തുറന്നേ പ്രഭാസാന്ദ്രമായി നീ കാലമേ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. തേടി വണ്ടണഞ്ഞതോ കാതിൽ വീണ സംഗീതം, മാറിൽ താനേ വന്നു വീണതോ വിണ്ണിൻ സൗമ്യ സായുജ്യം. പൂവും തേടി വണ്ടണഞ്ഞതോ കാതിൽ വീണ സംഗീതം, മാറിൽ താനേ വന്നു വീണതോ വിണ്ണിൻ സൗമ്യ സായുജ്യം. പൂ പോലെ വാനം വിരിയും, തേൻ പോലെ മോഹം നുരയും. പൂ പോലെ വാനം വിരിയും, തേൻ പോലെ മോഹം നുരയും. കസ്തൂരി തൈലവുമായി കൈതപ്പും കാറ്റു വരുന്നേ, മതോന്മത്തമായി നീ ലോകമേ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. പ്രിയ ശ്രോതാക്കളെ, വോയിസ് ഓഫ് കേരള 101.5 AM തുടരുന്നു. പോൾസൺ പാവറട്ടി അതിഥിയായി റേഡിയോ സ്റ്റാർ ആയിട്ട് എത്തിയ ഇന്നത്തെ ഈ ഒരു വേദി, ഇത് ശ്രോതാക്കൾക്ക് ഇതുപോലെ നേരിട്ടെത്തി പ്രോഗ്രാം അവതരിപ്പിക്കാനും ഇഷ്ടപ്പെട്ട പാട്ടുകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാനുള്ള വേദിയാണ്. നമുക്കൊരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിന്റെ നാടക, സംഗീത, ജീവിത, ടെലിവിഷൻ, റേഡിയോ അനുഭവങ്ങളിലൂടെ, പ്രവാസ അനുഭവങ്ങളിലൂടെ കടന്നുപോകാം. പോൾസൺ, വെൽക്കം ബാക്ക്. എന്താണ് അടുത്ത പാട്ടിനെ പറ്റി പറയാനുള്ളത്? താങ്കൾ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? അടുത്ത പാട്ട് ഞാനൊരു അടുക്കള പാട്ട് എഴുതിയിട്ടുണ്ട്. അടുക്കള പാട്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രണയം തന്നെയാണ്. അടുക്കളയിലെ പ്രണയമാണോ? അടുക്കളയിലെ പ്രണയം. അപ്പോൾ അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരു പ്രണയഗാനം. അത് കേട്ടവർക്കൊക്കെ വളരെ ഇഷ്ടമായി. അപ്പൊ അത് നമുക്ക് പ്ലേ ചെയ്യാം. ഓ, തീർച്ചയായിട്ടും. നമുക്ക് അത് പറഞ്ഞതുകൊണ്ട് തന്നെ അടുക്കളയിലും പ്രണയം എല്ലായിടം ഉണ്ടല്ലോ. പിന്നെ തന്നെ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ സോങ് ആയിരിക്കും. നമുക്കത് കേട്ടിട്ട് കൂടുതൽ വിശദാംശങ്ങൾ സംസാരിക്കാം. പക്ഷെ കുടുംബത്തെ പറ്റി. കുടുംബം, എനിക്ക് ഭാര്യ, 3 മക്കള്. അവര് 5-10 വർഷത്തോളം ദുബായിലുണ്ടായിരുന്നു. ഇപ്പോൾ അവർ നാട്ടിൽ സെറ്റിൽഡാണ്. ഭാര്യ ഹൗസ് വൈഫാണ്. പിന്നെ മകൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ BCom ഫൈനൽ ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ മകള് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ BCom ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. മൂന്നാമത്തെ മകള് പാവർട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പിന്നെ നാട്ടില് ചെറിയ സംരംഭങ്ങളൊക്കെ ഉണ്ട്. അതെന്താണ്? അതൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഞാൻ കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടുണ്ട്. പാവർട്ടിയിൽ തന്നെയാണ്. അപ്പോൾ വൈഫ് തന്നെയാണ് അതിന്റെ മാനേജ്മെന്റ്, ജസ്റ്റ് മാനേജ് ചെയ്യുന്നു. അപ്പൊ എന്ത് വാട്ട് സോർട്ട് ഓഫ് റെക്കോർഡിംഗ്സ് ആർ ദേർ എന്ന് പറഞ്ഞാല് പാട്ടുകളൊക്കെ റെക്കോർഡ് ഏതൊരു അത് ഫെദർ ടച്ച് ഡിജിറ്റൽ മീഡിയ എന്ന പേരിലാണ് ആ സ്ഥാപനം. അപ്പൊ അവിടെ നമുക്ക് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാം, എഡിറ്റിംഗ്, ഡബിങ്, നമ്മുടെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡബിങ് ഉണ്ട്. നമുക്ക് റേഡിയോയിലെ ജോലി പോലെ അവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുമോ? സത്യത്തിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റേഡിയോയിലെ ജോലി പോകുന്നവരെ. അതല്ല ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇവിടെ നിന്ന് ദുബായ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറഞ്ഞു. സഖിയെ ഇന്ന് കൂടെയിരുന്നുണ്ണാ, നല്ല ചോറും സാമ്പാറും ഞാൻ വെച്ചു വിളമ്പിടാം. വന്നല്ലോ ഞാനും നിന്റെ കൂടെയിരുന്നുണ്ണാൻ, ഇനി വേഗം വിഭവങ്ങൾ തയ്യാറാക്കി
സഖിയെ ഇന്ന് കൂടെ ഇരുന്നുണ്ണാം നല്ല ചോറും സാമ്പാറും ഞാൻ വെച്ചു വിളമ്പിടാം. ചെമ്മീൻ കറിയുണ്ട്, നല്ല പുളിശ്ശേരിയുമുണ്ട്, പിന്നെ പച്ചടി കിച്ചടി തക്കാളിക്കറി അങ്ങനെ പലതുണ്ട്. ചെമ്മീൻ കറിയുണ്ട്, നല്ല പുളിശ്ശേരിയുമുണ്ട്, പിന്നെ പച്ചടി കിച്ചടി തക്കാളിക്കറി അങ്ങനെ പലതുണ്ട്. ഞാനുണ്ടാക്കിയ കറികൾ രുചികരമായിട്ടുണ്ടേ, നീ തന്നിടേണം എന്നുടെ കവിളിൽ മൃദുവായൊരു മുത്തം. നീയുണ്ടാക്കിയ കറികൾ രുചികരമായിട്ടുണ്ടേ, ഞാൻ തന്നിടാം നിന്നുടെ കവിളിൽ മൃദുവായൊരു മുത്തം. വാവായൻ സഖിയെ ഇന്ന് കൂടെ ഇരുന്നുണ്ണാം നല്ല ചോറും സാമ്പാറും ഞാൻ വെച്ചു വിളമ്പിടാം. മധുരം ഞാൻ തന്നാൽ പകരം നീ എന്നെന്തു തരും? കരളിൽ നിറയും സ്നേഹം മുഴുവൻ കോരി വിളമ്പാം ഞാൻ. മധുരം ഞാൻ തന്നാൽ പകരം നീ എന്നെന്തു തരും? കരളിൽ നിറയും സ്നേഹം മുഴുവൻ കോരി വിളമ്പാം ഞാൻ. ഒരുമിച്ചിരുന്നു നമ്മൾ ഹൃദയം തുറന്നതോടെ, പോയ വസന്തം ചിറകു പിരിച്ച് തിരികെ പറന്നെത്തി. ഹൃദയം തുറന്നു നമ്മൾ സ്നേഹം പകർന്നതോടെ, മനസ്സിൻ വേദനയെല്ലാം പോയി പുതുജീവൻ നേടി. വാവായൻ സഖിയെ ഇന്ന് കൂടെ ഇരുന്നുണ്ണാം നല്ല ചോറും സാമ്പാറും ഞാൻ വെച്ചു വിളമ്പിടാം. വന്നല്ലോ ഞാനും നിന്റെ കൂടെ ഇരുന്നുണ്ണാൻ, ഇനി വേഗം വിഭവങ്ങൾ തയ്യാറാക്കിടാം. നീ എൻ ചാരെ മുട്ടിയിരിക്കുമ്പോൾ, നീ എൻ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ, കറിയിൽ ഉപ്പും മുളകും കുറവായാലും വായിൽ വെച്ചാൽ എന്തൊരു സ്വാദ്. വാവായൻ സഖിയെ ഇന്ന് കൂടെ ഇരുന്നുണ്ണാം നല്ല ചോറും സാമ്പാറും ഞാൻ വെച്ചു വിളമ്പിടാം. വന്നല്ലോ ഞാനും നിന്റെ കൂടെ ഇരുന്നുണ്ണാൻ, ഇനി വേഗം വിഭവങ്ങൾ തയ്യാറാക്കിടാം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സ്റ്റാർ. ഇന്നത്തെ റേഡിയോ സ്റ്റാർ മിസ്റ്റർ പോൾസൺ പാവറട്ടി. അദ്ദേഹം തന്റെ ഇഷ്ടഗാനങ്ങളും ജീവിതാനുഭവങ്ങളും തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. റേഡിയോ സ്റ്റാർ ഇടവേളയ്ക്ക് ശേഷം റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റേഡിയോ സ്റ്റാർ പോൾസൺ പാവറട്ടി. റേഡിയോ സ്റ്റാർ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സ്റ്റാർ. ഇന്നത്തെ റേഡിയോ സ്റ്റാർ ദുബായിൽ നിന്നുള്ള പോൾസൺ പാവറട്ടി. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. ആദ്യമായിട്ടാണല്ലോ റേഡിയോയിൽ വരുന്നത് അല്ലേ? റേഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷെ താങ്കൾ ഒരുപാട് റേഡിയോയായിട്ടും, എനിക്കൊന്ന് ഇവിടുത്തെ യുഎയിലെ എല്ലാ റേഡിയോ ആയിട്ടും അവരുടെ ആൾക്കാരും ഒക്കെ ആയിട്ടും എല്ലാ റേഡിയോയിലും റെജിമെന്റലുമാരുമായിട്ടും ഒക്കെ സഹകരണമുള്ളവരാണ്. തീർച്ചയായിട്ടും എനിക്ക് ഞാനത് കണ്ടത് എപ്പോഴാണ് അറിയാമോ, നമ്മുടെ ഫാദർ അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് വിസിറ്റിൽ താങ്കള് എല്ലാ റേഡിയോയിലും അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം, കാരണം അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്, സച്ച് എ പേഴ്സണാലിറ്റി ദ ഫാദർ. അപ്പൊ അദ്ദേഹത്തെ ശ്രോതാക്കളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ എടുത്ത സ്ട്രെയിനും അതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. നേരിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ റേഡിയോയിലെ അനുഭവങ്ങൾ അറിഞ്ഞു. അപ്പൊ അദ്ദേഹവും ഫാദറും ഒരുപാട് നല്ല കാര്യങ്ങൾ താങ്കളെ പറ്റി പറഞ്ഞു. ഈ തിരക്കിട്ട ജോലിക്കിടയിലൊക്കെ ഇതിന് സമയം കണ്ടെത്തുന്നുള്ളൂ. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരാൾക്ക് നന്മയുണ്ടാകുന്നു. അതിനിപ്പോൾ അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം എന്നൊന്നും ഓമന പേരിട്ട് വിളിക്കണമെന്നൊന്നുമില്ല.
നമ്മുടെ തിരക്കിനിടയിൽ നിന്നൊരു 10 മിനിറ്റ് ഒരു ഡെയിലി അല്ലെ 5 മിനിറ്റ് ഒരു ഫോൺ കോളിലൂടെ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ പോലും നമുക്കത് പറ്റും. അപ്പൊ അങ്ങനെ സമയം കണ്ടെത്തുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ താങ്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കള പ്രണയഗാനം ബൈ പോൾസൺ പവർ. പക്ഷെ അതിനു മുൻപ് ശ്രോതാക്കൾ കാത്തിരിക്കുന്നു താങ്കളുടെ രചനയുള്ള മറ്റൊരു ഗാനം കേൾക്കാൻ വേണ്ടിയിട്ട്. ഏതാണ് ഗാനം സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ എന്തിനു മകനെ നീ പരിതപിക്കുന്നു എന്ന് പറയുന്നൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് 15 കൊല്ലം മുമ്പ് ഇറക്കിയൊരു കാസറ്റിലെ പാട്ടാണ്. അതായത് നമുക്ക് എല്ലാം എന്നും വിഷമങ്ങളാണ്, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പരിതപിക്കൽ മാത്രമാണുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എന്തിനു മകനെ നീ പരിതപിക്കുന്നു, ദൈവം നിന്റെ കൂടെയുണ്ട്. അത് പാട്ട് കേൾക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തമാവും. കേൾക്കാം നമുക്ക് ആ ഗാനം. ഇത് പോൾസൺ പവറിന്റെ രചനയിലുള്ള മറ്റൊരു ഭക്തിഗാനം ഓൺ വോയിസ് ഓഫ് കേരള 101.5 AM റേഡിയോ സ്റ്റാർ. മകനെ നീ പരിതപിക്കുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. എത്ര ദാനം ദൈവം നിനക്കേകി, എന്നിട്ടും നീ എന്നും പരിതപിക്കുന്നു. എന്തിനു മകനെ നീ പരിതപിക്കുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. എത്ര ദാനം ദൈവം നിനക്കേകി, എന്നിട്ടും നീ എന്നും പരിതപിക്കുന്നു. ദർശിക്കാൻ മിഴികളും സ്തുതിക്കാൻ അധരവും ശ്രവിക്കാൻ കാതുകളും ദൈവദാനം. ദർശിക്കാൻ മിഴികളും സ്തുതിക്കാൻ അധരവും ശ്രവിക്കാൻ കാതുകളും ദൈവദാനം. ആരോഗ്യമേനിയും കൈകാലുകളും അഴകേറും വദനവും ദൈവദാനം. ആരോഗ്യമേനിയും കൈകാലുകളും അഴകേറും വദനവും ദൈവദാനം. എന്തിനു മകനെ നീ പരിതപിക്കുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. എത്ര ദാനം ദൈവം നിനക്കേകി, എന്നിട്ടും നീ എന്നും പരിതപിക്കുന്നു. ഭുജിക്കാൻ ഭോജ്യവും ധരിക്കാൻ വസ്ത്രവും വസിക്കാൻ ഭവനവും ദൈവദാനം. ഭുജിക്കാൻ ഭോജ്യവും ധരിക്കാൻ വസ്ത്രവും വസിക്കാൻ ഭവനവും ദൈവദാനം. വേലയിൽ മികവും പണവും പ്രതാപവും ശാന്തിയും സൗഖ്യവും ദൈവദാനം. വേലയിൽ മികവും പണവും പ്രതാപവും ശാന്തിയും സൗഖ്യവും ദൈവദാനം. എന്തിനു മകനെ നീ പരിതപിക്കുന്നു,
ദൈവം നിന്നോട് കൂടെയുണ്ട്. എത്ര എത്ര ദാനം ദൈവം നിനക്കേകി, എന്നിട്ടും നീ എന്നും പരിതപിക്കുന്നു. എന്തിനു മകനെ നീ പരിതപിക്കുന്നു? ദൈവം നിന്നോട് കൂടെയുണ്ട്. എത്ര എത്ര ദാനം ദൈവം നിനക്കേകി, എന്നിട്ടും നീ എന്നും പരിതപിക്കുന്നു. പ്രിയരെ, ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ റേഡിയോ സ്റ്റാർ ആയിട്ടെത്തിയ പോൾസൺ പാവറട്ടിയുടെ സംഗീതാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ അവസാനിക്കുന്നില്ല. ഇന്ന് പക്ഷേ റേഡിയോ സ്റ്റാറിന് അന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹത്തോടൊപ്പം നമുക്ക് വോയിസ് ഓഫ് കേരള 101.2 AM ഒത്തുചേരാം റേഡിയോ സ്റ്റാർ എന്ന വേദിയിൽ. ഇതുവരെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. സ്നേഹത്തിൻ പൊന്മലർവാടിയിൽ പൂത്തൊരു സ്നേഹസ്വരൂപന യേശുനാഥ, സ്നേഹത്തിൻ നറുമണം പാരിൽ വിതറുവാൻ സ്നേഹത്തിൻ സന്ദേശം പകരണമേ. നാഥ യേശുനാഥ, നാഥ ശ്രീ യേശുനാഥ, സ്നേഹത്തിൻ പൊന്മലർവാടിയിൽ പൂത്തൊരു സ്നേഹസ്വരൂപന യേശുനാഥ, സ്നേഹത്തിൻ നറുമണം പാരിൽ വിതറുവാൻ സ്നേഹത്തിൻ സന്ദേശം പകരണമേ. നാഥ യേശുനാഥ, നാഥ ശ്രീ യേശുനാഥ.
റേഡിയോ സ്റ്റാർ ശ്രോതാക്കൾക്ക് നേരിട്ട് സ്റ്റുഡിയോയിലെത്തി റേഡിയോ സ്റ്റാർ ആകുവാൻ വോയ്സ് ഓഫ് കേരള 1152 AM അവസരമൊരുക്കുന്ന വേദി റേഡിയോ സ്റ്റാർ. റേഡിയോ സ്റ്റാർ ഓൺലി ഓൺ വോയ്സ് ഓഫ് കേരള 1152 AM. അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിങ്. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക് നിങ്ങളെ പതിവ് പോലെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. റജി മണ്ണേൽ. ഇന്ന് അതിഥിയായിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടഗാനങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ ആയിട്ട് എത്തിയ ദുബായിലെ പോൾസൺ പാവർട്ടി എന്ന ഗാനരചയിതാവാണ്, കഥാകാരനാണ്, തിരക്കഥാകൃത്താണ്, അഭിനേതാവാണ്. അദ്ദേഹം തന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു നിങ്ങളോടൊപ്പം. വീണ്ടും അദ്ദേഹത്തെ നിങ്ങൾക്കായിട്ട് റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഞാൻ പാട്ടുകൾ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഭവമുണ്ട്. ചെറുപ്പത്തിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പള്ളിയിലൊക്കെ വളരെ സജീവമായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവിടെ ഒരു ഭക്തസംഘടനയുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺവെന്റിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺവെന്റിലുള്ളത് കന്യാസ്ത്രീകളും ലേഡീസ് ആൾക്കാരും ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്. ആ സമയത്ത് എന്നോടൊരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. ഞാൻ കയറി പാടിയ പാട്ട് വളരെ മനോഹരമായ പാട്ടായിരുന്നു. അതായത് അയലത്തെ ജനലിലൊരമ്പിളി വിടർന്നു. ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഈ പാട്ട് പാടി അവസാനിപ്പിക്കലും അവിടുത്തെ കന്യാസ്ത്രീ വന്നിട്ട് തല്ലിയില്ലാന്നുള്ളൂ. പറഞ്ഞു, ഇവിടെ പാടാൻ പറ്റിയ പാട്ടാണോടെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞു. അത് സംഭവം അന്ന് എനിക്കൊരു തമാശയായിട്ടേ തോന്നിയുള്ളൂ, ആ ചെറുപ്പത്തിന്റെ ഒരു ഇത്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അത് ഓർക്കും, ഈ പാട്ട് എപ്പോഴും ഞാൻ ഓർക്കും. അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? അയലത്തെ ജനലിലൊരമ്പിളി വിടർന്നു, അലകടലായി മനമുണർന്നു. ഉലകം വിരിഞ്ഞു, സ്വപ്നം വിടർന്നു, പൂനിലാവൊളി പരന്നു. പ്രേമ പൂനിലാവൊളി പരന്നു. അയലത്തെ ജനലിലൊരമ്പിളി വിടർന്നു, അലകടലായി മനമുണർന്നു. ഉലകം വിരിഞ്ഞു, സ്വപ്നം വിടർന്നു, പൂനിലാവൊളി പരന്നു. പ്രേമ പൂനിലാവൊളി പരന്നു. പതിവായി മാനത്ത് വിടർന്ന ചന്ദ്രൻ
സ്വപ്നം വിടർന്നു പൂനിലാവോളി പരന്നു പ്രേമ പൂനിലാവോളി പരന്നു. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ സ്റ്റാർ തുടരുന്നു ഓൺ വോയിസ് ഓഫ് കേരള 101.2 AM. ഞാൻ റജി മണ്ഡൽ. എന്നോടൊപ്പം ഉള്ളത് ഇന്നത്തെ റേഡിയോ സ്റ്റാർ ആയിട്ടുള്ളത് ദുബായിൽ നിന്ന് പോൾസൺ പാവറട്ടി. പിന്നെ എന്നും നമ്മൾ ഓർക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ ചെമ്മീൻ എന്ന സിനിമയിലെ മാനസമൈന. അത് എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ടാണ്. അപ്പം അത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാട്ട് മനസ്സിൽ പതിയുന്ന ഒരു പാട്ട് തന്നെയാണ്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം എന്ന് എനിക്ക് തോന്നുന്നു. മാനസമൈനി വരൂ മധുരം മുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ. നിലാവിന്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, നിലാവിന്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനി വരൂ മധുരം തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ. കടലിലെ ഓളവും കരളിലെ മോഹവും, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല മനെ അടങ്ങുകില്ല മാനസമൈനി വരൂ മധുരം മുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ സ്റ്റാർ തുടരുന്നു ഓൺ വോയിസ് ഓഫ് കേരള 101.2 AM. ഞാൻ റജി മണ്ഡൽ. എന്നോടൊപ്പം ഉള്ളത് ഇന്നത്തെ റേഡിയോ സ്റ്റാർ ആയിട്ടുള്ളത് ദുബായിൽ നിന്ന് പോൾസൺ പാവറട്ടി. ഇനി പ്രവാസികളെ സംബന്ധിച്ച് എപ്പോഴും പറയുന്ന ഇതാണ്, അല്ലെങ്കിൽ എല്ലാ പ്രവാസികളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇതാണ്, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് ഒരു കൊച്ചു വീട്, ഒരു കൊച്ചു ഭൂമി ഉണ്ടാവാന്നുള്ളത്. ആ സ്വപ്നം, അതാ പാട്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഒരു സിനിമയാണ്. സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു എന്നുള്ള പാട്ട്, ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഗൾഫിൽ വരുമ്പോ ഒരുപക്ഷെ ഈ എന്താ പറയുന്ന നാടോടിക്കാറ്റിലെ കരകാണാ കടലിന്റെ മേലെ എന്ന് പറയുന്ന ഒരു വിഷ്വൽസ് മനസ്സിലില്ലെങ്കിലും നമുക്ക് ഗൾഫിൽ വരുന്നവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പലർക്കും ബാധ്യതകളില്ലാതെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? ആർക്കും ഒന്നും കൊടുക്കാനുണ്ടാവാതെ ജീവിക്കുക, അല്ലെങ്കിൽ കൊടുക്കാനുള്ളവർക്കൊക്കെ അത്
അന്തസ്സായിട്ട് കൊടുത്തു തീർത്തിട്ട് ആരും പൈസ ചോദിച്ച് അല്ലെങ്കിൽ കടം വാങ്ങിയത് ചോദിച്ച് നമ്മുടെ വീട്ടിൽ വരാതിരിക്കുക, നമ്മുടെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടാവും. പിന്നെ അത്യാവശ്യം സഹോദരിമാരുടെ കല്യാണം അല്ലെങ്കിൽ മക്കളുടെ കല്യാണം എന്ന് പറയുന്ന നമ്മളുടെ ജീവിതത്തിൽ ഭാവിയിൽ ഉണ്ടാവാനുള്ള ആ ഒരു അതിനുവേണ്ടിയുള്ള ഒരു മുൻകരുതൽ, മക്കളുടെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ അപ്പുറം പിന്നെ വരുന്നൊരു സങ്കല്പമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു പോൾസൺ പാവർട്ടിയെ സംബന്ധിച്ച് സ്വന്തമായിട്ടുള്ളൊരു വീടെന്നുള്ള സങ്കല്പവും അതിന്റെ പൂർത്തീകരണവും ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ വീട് വെച്ചത് ഏതാണ്ട് 2005 ഞാൻ വീട് വെച്ചത്. എനിക്ക് താമസിക്കാൻ ഒരു വീട് എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതുള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സിമ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഒത്തിരി പേര് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് വീട് മാളികകൾ പണിയുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾ. എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല. എൻ്റെ വീട് വളരെ സിമ്പിളാണ്. ആര് വന്ന് കണ്ടു കഴിഞ്ഞാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് വെരി വെരി നൈസ് ആണ്. എന്നാൽ എനിക്ക് കോസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പൈസ എനിക്ക് വന്നിട്ടുള്ളൂ. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നീ ഇത് ഇത്രയും ചെറിയ ഒരു എമൗണ്ടിൽ ഒതുക്കി? ഞാൻ ഒതുക്കി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒതുക്കിയതല്ല, അത് ഒതുങ്ങി. എല്ലാ സൗകര്യങ്ങളുമുള്ള അധികം ആർഭാടമല്ലാത്ത വലിയ ചെലവില്ലാത്ത ഒരു വീട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാനത് ചോദിക്കട്ടെ, ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിലല്ല. നമ്മൾ സാധാരണ ഇപ്പോൾ പാവർട്ടിയിലായാലും അല്ലെങ്കിൽ കരുനാപ്പള്ളിയിലായാലും എവിടെയായാലും നമ്മൾ ചില വലിയ വീടുകൾ കാണുമ്പോൾ ഇതൊരു വലിയ വീടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗൾഫുകാരനാണോ ഇതിന്റെ ഓണർ എന്നൊരു ചോദ്യം ഇപ്പൊ നാട്ടിലെല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും എന്നൊരു സംഭവമാണ്. ഒരു പ്രവാസി പോൾസനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ പോലെ വന്നിട്ട് എല്ലാ ബാധ്യതകളും തീർക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇത്തിരി സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു വീടുണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയ തെറ്റാണോ? അവര് ഞാനെന്താ പറഞ്ഞത്, ഞാൻ തർക്ക വിഷയമല്ല ഇത്. കാരണം അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മറ്റ് ഇല്ലാത്തവർക്ക് സഹായമായിട്ട് നൽകുന്നു, ഒരുപാട് പേർക്ക് ജോലി അവസരങ്ങൾ നൽകി ബിസിനസ് വികസിപ്പിക്കുന്നു, മക്കൾക്കുള്ള സൗകര്യത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒക്കെ ചെയ്തതിനു ശേഷവും അവരുടെ സമ്പാദ്യത്തിൽ അവർ ആകപ്പാടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണക്കൂടുന്ന എത്ര വർഷമാണ്? ഒരാളുടെ ജീവിതം കണക്കൂടുന്ന 60 വയസ്സോ? ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് അവരുടെ മക്കളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, പുതിയൊരു തലമുറ വാർത്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അല്പം സൗകര്യമുള്ള വലിയൊരു പറമ്പിൽ വലിയ സൗകര്യങ്ങൾ, ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാവുക ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ പോൾസിന്? അല്ല, അതായത് ഒന്നാമത് ഇന്ന് പണ്ടത്തെ പോലെ വലിയ പറമ്പ് എന്നുള്ള സങ്കല്പം ഇന്നില്ല. ഇന്ന് 5 സെന്റ് 10 സെന്റിന് മേലെ ആർക്കും എളുപ്പമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ വീട് എന്ന് പറഞ്ഞത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സൗകര്യങ്ങൾക്ക് ഒന്നും കുറവൊന്നുമില്ല. ഉള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ അത് സിമ്പിളായിട്ടുള്ള വീടാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അതേ ഞാൻ ചെയ്തുള്ളൂ. അവരവരുടെ ഇഷ്ടമല്ലേ, കയ്യില് കാശുണ്ടെങ്കിൽ ചെയ്യാം. കാശില്ലാത്തവൻ കടം മേടിച്ചിട്ട് ലോൺ എടുത്ത് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും അഭിപ്രായമില്ല. ബിക്കോസ് അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലക്ഷങ്ങള് കടമെടുത്തിട്ട് ഒരു വീട് പണിത് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റീവ് അല്ല. ആ ലോൺ നമ്മൾ തിരിച്ചടയ്ക്കണം വിത്ത് ഇൻട്രസ്റ്റ്. അതിൽ നിന്ന് 10 പൈസ പോലും നമുക്ക് ഒരു ഇൻകം നമുക്ക് അതിന് കിട്ടുന്നില്ല. അതേസമയം ഒരു ലാൻഡ് മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നാളെ വിറ്റാലും നമുക്ക് പൈസ കിട്ടും. പക്ഷെ വീടുമ്പോൾ നമ്മൾ എത്ര ലക്ഷം ചെലവാക്കി കഴിഞ്ഞാലും അതിന് റിട്ടേൺസ് ഒന്നും കിട്ടില്ല. ഇത് ചിന്തിക്കണം. ഓക്കെ, അപ്പോ സൗകര്യമുള്ളവർക്ക്, സമ്പാദ്യമുള്ള ആളുകൾക്ക്, മറ്റ് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും സമ്പാദ്യമുണ്ട്, പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന രീതിയിലുള്ളവർക്ക് ഇത്തിരി സൗകര്യമുള്ള വീടോ സൗകര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അങ്ങനെയുള്ളവർക്കും സാധാരണക്കാരും ഒക്കെ മനസ്സിൽ ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെല്ലേണ്ടത് നമ്മുടെ നാട്ടിലേക്കാണ്. അപ്പൊ അവിടെ സ്വന്തമായിട്ട് ഇത്തിരി മണ്ണും അവിടെ ഒരു കൂരയും അവിടെ കാത്തിരിക്കാൻ ഒരാളും എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്നും മലയാളിയുടെ നൊസ്റ്റാൾജിയാണ്. പ്രവാസി പാട്ടുകളിൽ മലയാളത്തിൽ ഒരുപക്ഷെ തുടക്കം കുറിച്ചതും ഈ പാട്ട് തന്നെ ആവണം അല്ലെ? കേൾക്കാൻ നമുക്ക് ജോൺസൺ പാവർട്ടി ഇഷ്ടഗാനമായിട്ട് ആകാം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോ
നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്കാറ്റുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നീറുന്ന കണ്ണുമായി നിന്നെക്ക് ഞാൻ കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും, നീറുന്ന കണ്ണുമായി നിന്നെക്ക് ഞാൻ കണ്ട് ദൂരത്ത് വാഴുന്ന ഞാനെന്നും, ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീന്നും, ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീന്നും. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുഴയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സ്റ്റാർ. ഇന്നത്തെ റേഡിയോ സ്റ്റാർ മിസ്റ്റർ പോൾസൺ പാവറട്ടി. അദ്ദേഹം തന്റെ ഇഷ്ടഗാനങ്ങളും ജീവിതാനുഭവങ്ങളും തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റേഡിയോ സ്റ്റാർ പോൾസൺ പാവറട്ടി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് അവളുടെ രാവുകൾ സിനിമ റിലീസ് ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ആ സമയത്ത് അല്ല, ഇത് സെൻസർ ചെയ്യേണ്ട ഭാഗമായിരിക്കുമോ ഈ പറഞ്ഞു വരുന്നത്? താങ്കളെ എനിക്ക് തോന്നുന്നു റേഡിയോ സ്റ്റാറായിട്ട് വന്നപ്പോ പല ഭാഗങ്ങളും, കാരണം എവിടെ തൊട്ടാലും പ്രണയം, പള്ളിയിൽ പാടുന്ന പാട്ട് അയലത്തെ ജനലിൽ രമ്പിളി വിടർന്നു, ഏത് കന്യാസ്ത്രീയും എന്താ പറയാ വഴക്ക് പറയും, കാരണം ഇങ്ങനത്തെ പാട്ട് പള്ളിയിൽ പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട്, ശരി ക്ലാസ് കട്ട് ചെയ്തിട്ടല്ല, അന്ന് സമരമായിരുന്നു. ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ ഞാൻ പഠിച്ചത്. അപ്പോൾ സമരമായപ്പോൾ വീട്ടിൽ പോകുന്നതിന് പകരം അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു, ഗുരുവായൂർ നമ്മൾ അവളുടെ രാവുകൾ സിനിമ വന്നിട്ടുണ്ട്, നമുക്ക് അതിനെ പോവാം. പക്ഷെ ആക്ച്വലി ഈ അവളുടെ രാവുകൾ എന്ന് പറയുമ്പോൾ അവര് ചിന്തിച്ച് നെഗറ്റീവ് സെൻസാ ചിന്തിച്ചത്. എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു, അത് വേറെ വാസ്തവം. ഞാൻ സിനിമയ്ക്ക് പോയി, സിനിമ കണ്ടു, വളരെ മനോഹരമായ സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതില് മറ്റ് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ബിക്കോസ് ഞാൻ ആ കഥയാണ് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലേക്ക് പതിഞ്ഞത്. വീട്ടിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലേണ്ട താമസം, വീട്ടില് ന്യൂസ് അറിഞ്ഞിരിക്കണം. എന്നോട് ചോദിച്ചു, അവളുടെ രാവുകൾ സിനിമ എങ്ങനെയുണ്ടാന്ന്. ആ ദൈവമേ, ഇത് അപ്പോഴേക്ക് ഇവിടേക്ക് എത്തിയ. അന്ന് അത്യാവശ്യം ചീത്ത കേട്ടു. അപ്പോ അത് ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. അതില് ആ ഉണ്ണി ആരാരീരോ എന്നുള്ള പാട്ട്, അത് നല്ലൊരു പാട്ടാണ്. അതെനിക്ക് കേൾക്കാൻ ഒത്തിരി കൊതി. അല്ല, അതിപ്പോ താങ്കൾക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. 3 മക്കളുടെ പിതാവാണ് താങ്കൾ. ഒരുപക്ഷെ അന്ന് കണ്ട സിനിമ, അന്ന് ചെറിയ ക്ലാസ് കട്ട് ചെയ്ത് കണ്ട സിനിമ അവളുടെ രാവുകളായിരുന്നാലും
ഗാന്ധി എന്ന് പറയുന്ന സിനിമ ആയാലും താങ്കൾക്ക് അടി കിട്ടും, ഉറപ്പല്ലേ? അല്ല, അത് ശരിയാണ്. പക്ഷെ അതല്ല പ്രശ്നം. അവളുടെ രാവുകൾ ഇന്നലെ കണ്ടു എന്ന് ചോദിച്ചാണ് ഈ പ്രായത്തില്. അപ്പൊ എന്റെ ചോദ്യം, അവളുടെ രാവുകൾ സിനിമയ്ക്ക് എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. ബിക്കോസ് നമ്മളിപ്പോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ ശങ്കർ നായികയോട് ഒരു ചുംബനം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു ആംഗ്യം കാണിക്കുന്നുണ്ട്, ഒരു വിരലിങ്ങനെ മൂക്കില്. അപ്പൊ ഇത് കണ്ട സിനിമ കണ്ട ഒരു കുട്ടിക്ക്, ഞാനാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനോ ആരോ, ഓക്കെ, അപ്പൊ ഇതെന്താണ് ഈ കാണിക്കുന്നതെന്ന് അമ്മയോടും സഹോദരിമാരോടൊക്കെ ചോദിക്കുന്ന കുട്ടികളുമുണ്ട് അവരുടെ ഒരു കാലത്ത്. അപ്പൊ മിണ്ടായിരിക്കടാ, ഇതൊക്കെ നീ അറിയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ ഒരു കാലം കഴിഞ്ഞു. രതിനിർവേദം എന്ന സിനിമ വന്നപ്പോ, ഇപ്പോ അടുത്ത് വന്നപ്പോ കുട്ടികൾ പറയാണ് ഈ സിനിമ കാണണം എന്ന് പറയുമ്പോൾ പാരന്റ്സ് പറയുന്നില്ല, അത് വേണ്ട, അത് കാണാൻ കൊള്ളാത്ത സിനിമയാണ്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞപ്പോ അല്ല, ഞങ്ങൾക്കത് കാണണം എന്ന് പറഞ്ഞു. കണ്ടു. അപ്പൊ പഴയ രതിനിർവേദം കാണണമെന്നായി പിന്നീട്. ഇതെന്താണ് ആദ്യത്തെ സിനിമ ഇത്ര ഇതാവുന്നത്? അപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, ഒരിക്കലും ഒരു ബ്ലൂ ഫിലിം ലെവലിൽ ആ ഒരു സെൻസിൽ എടുക്കുന്ന പടങ്ങൾ കാണാനും പാടില്ല, കാണിക്കാനും പാടില്ല, അത് പ്രചരിപ്പിക്കാനും പാടില്ല. പക്ഷേ സെക്സ് ഓറിയന്റഡ് പടങ്ങളുണ്ട്, അതിലെ വല്ലാത്ത അവിഹിത ബന്ധമല്ല, സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന ബന്ധങ്ങൾ, അടുത്ത വീട്ടിലെ ചെറിയ പയ്യനോട് ചേച്ചിക്ക് തോന്നുന്ന പ്രണയമോ കാമമോ അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെയൊക്കെ തോന്നുന്ന പ്രണയങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അത് ഒരു രഹസ്യമേ അല്ല. നമ്മളൊക്കെ വന്ന കാലഘട്ടത്തിൽ നിന്ന് അതൊരു രഹസ്യമേ അല്ല എന്നുള്ളതാണ്. അവര് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടി വിയിൽ തന്നെ നമുക്കറിയാം, ഹിന്ദി ചാനലിലോ ഇംഗ്ലീഷ് ചാനലിലോ ഒക്കെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ സ്റ്റോറി പറയും. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഈ പടം വേണ്ടാന്ന് പറഞ്ഞതിന് അവർ പെട്ടെന്ന് നോക്കും. അപ്പൊ തന്നെ അവർ നോക്കും എന്താണ് ഇതിന്റെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നോക്കും. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രണയം ഞങ്ങൾ കണ്ടുകൂടാന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അവരെ പരമാവധി നമ്മൾ ഇപ്പൊ അതേപോലെ തന്നെ ഈ ചൈൽഡ് മോളസ്റ്റേഷൻ പോലുള്ള ചിത്രങ്ങൾ, കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇപ്പോ നമ്മൾ തിര പോലെയുള്ള ചിത്രം, അപ്പോൾ കൊച്ചുകുട്ടികൾ വരെ ചോദിക്കുകയാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത്, എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വ്യക്തമായിട്ടുള്ള മറുപടി നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായും. ഇല്ലാതെ നമ്മൾ അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? അല്ല, ശരിയാണ്. കുട്ടികൾക്ക് പാരന്റ്സ് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി ടീച്ചേഴ്സും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ അതുപോലെ സീനിയേഴ്സായി ആരെങ്കിലും കുട്ടികൾക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ വഴിതെറ്റി പോകും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. കാരണം ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടാത്തതൊന്നുമില്ല. നമ്മളൊരു വേർഡ് അവർ ചോദിക്കുകയാണ്, ഇപ്പൊ ചീത്തവാക്കുകളായാലും അല്ലെങ്കിൽ സയൻസ്, മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശരീര അവയവത്തെ പറ്റിയുള്ളതായാലും നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നിങ്ങൾ അറിയേണ്ടതല്ല എന്ന് പറഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് അവരത് അറിയും. നമ്മൾ അങ്ങനെ അല്ല, ഇത് ഇന്നതാണ്, ഇതിനെയാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയാവുന്ന ലോകത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. കാരണം അതാണ് പറഞ്ഞത്, കാലഘട്ടങ്ങൾ ചിലപ്പോൾ തലമുറ ഒന്ന് തന്നെ ആയിരിക്കും. താങ്കളും താങ്കളുടെ ഏറ്റവും ഇളയ അനിയനും ഒരേ തലമുറക്കാരനാണ്, അവനൊരു യങ്സ്റ്റർ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ തലമുറയുടെ വ്യത്യാസം നമുക്കിവിടെ പറയാനില്ല, കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്, തലമുറ എന്ന് പറയാനില്ല. അപ്പൊ പരമാവധി അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞ് പോയിക്കോട്ടെ കുട്ടികൾ, അല്ലേ? ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് വേറൊരു ഇതുപോലത്തെ അവളുടെ രാവുകളുടെ സെക്കൻഡ് പാർട്ടാണ്. അല്ല എന്റെ തന്നെ ജീവിതത്തില് ഞാൻ പറഞ്ഞ ഒരു ബ്ലണ്ടർ, പക്ഷെ ബ്ലണ്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് വളരെ ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ്, എന്റെ അറിവില്ലാതെ ഞാൻ ചോദിച്ചതാണ്. പക്ഷെ ചോദിച്ചത് മണ്ടത്തരാണെന്നുള്ളതാണ് വേറെ വാസ്തവം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ടി ജി രവിയുടെ കൂടെ നാട്ടിൽ അഭിനയിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ടി ജി രവി സാറിന്റെ കൂടെ അഭിനയിക്കുന്നത് ഞാൻ 9-ോ 10-ലോ മറ്റും പഠിക്കുന്ന സമയത്താണ്. അതില് ഒരു ഡയലോഗുണ്ട് ആ നാടകത്തില്, കന്യാസ്ത്രീ ആകേണ്ടിയിരുന്ന എന്റെ പുന്നാര മോള് വേശ്യയായി ഗുഹ്യാരോഗം പിടിപെട്ട് മരിച്ചു. ഗുഹ്യാരോഗം. അപ്പൊ അത് ടി ജി രവിയാണ് അത് അഭിനയിക്കുന്നത്, ഭയങ്കര ഇതില് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്ക് ഗുഹ്യാരോഗം എന്താണെന്നുള്ളത് എനിക്കന്ന് അറിയില്ല. അപ്പൊ ഞാൻ എന്നിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന സീനിയേഴ്സിനോട്, ചേട്ടന്മാരോട്, ഞാൻ കൊച്ചുകുട്ടിയാണ്, ഞാൻ ചോദിച്ചു, അല്ല ചേട്ടാ എന്താ ഈ ഗുഹ്യാരോഗം? നമ്മൾ പല രോഗങ്ങളുടെ പേര് കേട്ടിട്ടുണ്ട്, ഈ ഗുഹ്യാരോഗം എന്താ എനിക്ക് അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു, അതൊന്നും ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ മിണ്ടാതിരിക്കും. കാലഘട്ടം പോയി. അതാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിത് അറിയണമെന്നുള്ള വലിയ ആഗ്രഹമായി. അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത് ചുരുക്കി പറഞ്ഞാല് കുട്ടികളോട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ താങ്കളോട് ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു അനിയന്റെ സ്ഥാനത്തുള്ള ആളോട് അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ സഭ്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും ചെയ്യാൻ സഭ്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ല, താങ്കൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഗൾഫിലെ സ്കൂളുകൾ, നാട്ടിലെ ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ സ്കൂളുകളിലൊക്കെ അതേപോലെ ചെയ്യുന്നതും അത് തന്നെയാണ്. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, എന്റെ ഗൾഫ് ജീവിതത്തിന്റെ ബേസിൽ വെച്ച് പറയാണ്, എന്റെ കൂടെ താമസിക്കുന്ന എന്റെ പല ഫ്രണ്ട്സിനോടും അവര് മാരേജിന് മുമ്പ്
ഞാൻ അത്യാവശ്യം ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ട് അവർ പറഞ്ഞുവിടാറ്. അതല്ലേ, നമ്മുടെ വിഷയം മാറിപ്പോകുന്നത് സംശയമുണ്ട്. നമ്മളിനി റെജി ചോദിച്ചത് കൊണ്ട് ഞാനത് പറഞ്ഞുള്ളൂ. റേഡിയോ സ്റ്റാറായിട്ട് വന്നിട്ട് പലതരം തലങ്ങളിലേക്ക് പോകുന്നു. ആകപ്പാടെ താങ്കളൊരു ഇഷ്ടഗാനമായിട്ട് കൊണ്ടു നടന്നത് അവളുടെ രാവൾ എന്ന ചിത്രത്തിലെ ഉണ്ണി ആരാരിരോ എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ്. അതിന് തെറ്റ് മാത്രമേ പോൾസൺ പവറായിട്ട് ചെയ്തിട്ടുള്ളൂ. ഏതായാലും വളരെ സന്തോഷത്തോടെ നമുക്ക് ആ ഗാനം കേൾക്കാം. ഇതുപോലെ ഒരുപാട് കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ചേർന്നതാണ് ജീവിതം എന്ന് പറയുന്ന വലിയൊരു അനുഭവമല്ലേ. ലെറ്റ്സ് കണ്ടിന്യൂ ദി ഷോ റേഡിയോ സ്റ്റാർ. ഞാൻ പോൾസൺ പാവറട്ടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് കേരള 1152 AM, മലയാളത്തിന്റെ നേർശബ്ദം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സ്റ്റാർ. ഇന്നത്തെ റേഡിയോ സ്റ്റാർ മിസ്റ്റർ പോൾസൺ പാവറട്ടി. അദ്ദേഹം തന്റെ ഇഷ്ടഗാനങ്ങളും ജീവിതാനുഭവങ്ങളും തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം റേഡിയോ സ്റ്റാർ എന്ന വേദിയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റേഡിയോ സ്റ്റാർ പോൾസൺ പാവറട്ടി. അപ്പോ പോൾസൺ ഒരുപാട് ദിവസങ്ങൾ സംസാരിച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം 1 മണിക്കൂർ ഇനി സമയമുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, പ്രോഗ്രാം തീരാനാവുന്നു. അപ്പോൾ ഇടവേള കഴിഞ്ഞു. ഇന്റർവെല്ലിന്റെ ബെല്ലൊന്നും കേട്ടില്ലെങ്കിലും അത് കഴിഞ്ഞു. താങ്കൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയൊരു റേഡിയോ സ്റ്റാർ എന്നുള്ള വേദിയിലെത്തണമെന്നും റേഡിയോ ശ്രോതാക്കളോട് സംവദിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതിന്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ താങ്കളെപ്പോലെ ഗാനരചന, സംഗീത സംവിധാനം ചെയ്യോ? സംഗീത സംവിധാനം ചെയ്തിട്ടില്ല. വേണം ചെയ്യും. വേണമെങ്കിലും നോക്കൂ. പാട്ട് പാടോ? പാട്ട് പാടാനുള്ള വോയിസ് എനിക്ക് പോരാ. അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ വോയിസ് കേട്ടിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പരസ്യത്തിലൊക്കെ കേട്ടപ്പോൾ ഇതാരാണ് ഈ വരുന്നത്, പക്ഷേ ഞാനാണ് ഈ ആഴ്ച റേഡിയോ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരാണ് കൊള്ളാലോ വോയിസ് എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. അല്ലെങ്കിൽ താങ്കള് ബാലതാരമായിട്ട് വന്നു എന്ന് പറഞ്ഞു 6 വയസ്സിലോ 6ാം ക്ലാസ് പഠിക്കുമ്പോഴോ 5 പഠിക്കുമ്പോഴൊക്കെ. പിന്നെ ഈ നാടക നടന്മാർക്ക് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി പ്രണയ
എന്തിനു പ്രണയ ലേഖനങ്ങളൊക്കെ വരും അന്ന്. പണ്ട് ഈ SMS വാട്സാപ്പ് ഒന്നും ഇല്ലാത്തോണ്ട് അന്ന് എഴുത്തുകളായിരുന്നു. എത്ര എഴുത്ത് വന്നിട്ടുണ്ടാവും? അത് വരുന്നതിനും കൂടുതൽ കൊടുക്കലായിരുന്നു. തിരിച്ചു കിട്ടൂല. അതിലൊന്നും കുറവ്. അല്ല, ഇത് നാട്ടിൽ കേൾക്കുന്നതാണ്, അപ്പൊ സെൻസർ ചെയ്ത് പറഞ്ഞോളൂ. വൈഫിന്റെ പേര് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല. വൈഫിന്റെ പേര് ബെറ്റ്സി. ബെറ്റ്സി അടക്കം മക്കളടക്കം കേൾക്കുന്നതാണ്. ഇപ്പൊ www.radiovok.com എന്ന സൈറ്റിലൂടെ ലോകമെമ്പാടും പാവറട്ടി അടക്കമുള്ള വിവിധ ലോകരാഷ്ട്രങ്ങൾ അതില് എനിക്ക് വിഷമൊന്നുമില്ല. കാരണം ഇറ്റ് ഇസ് ട്രൂ. ഞാൻ സത്യം പറഞ്ഞാല് പ്രണയലേഖനം എഴുതിയിട്ടാണ് ഒരു സാഹിത്യത്തിന്റെ വന്നത്. അവസാനം അങ്ങനെ കവിതകളായി, അത് കഥകളായി, കവിതകളായി, ഗാനങ്ങളായി. ഇന്നിപ്പോ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ പ്രേമലേഖനങ്ങളിൽ നിന്നും തുടക്കം തന്നെയാണ്. അത് ശരി. പക്ഷെ പ്രണയം പോകണില്ല. പ്രണയം എപ്പോഴും മനസ്സിലുണ്ട്. അപ്പൊ ഇപ്പോഴും ആ കത്തുകളുടെ വിഷയങ്ങളും പ്രണയവും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. ബെറ്റ്സി കാമുകയല്ല. ബെറ്റ്സി കാമുകയായിരുന്നു. അത് ലെറ്റർ കൊടുത്തില്ലേ? അവൾക്കാണ് ഞാൻ മെയിനായിട്ട് കൊടുത്തത്. ഓ, അത് ശരി. അങ്ങനെ ഞാൻ വിചാരിച്ചത് കണ്ണി കണ്ട കണ്ണി കണ്ടവർക്ക് കൊടുക്കല്ല. അതായത് ഇത് തന്നെ ഞാന് 87 ഡിസംബറിലാണ് ഞാൻ ദുബായിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഞാൻ പോകുന്നത് 91 ഡിസംബറിലാണ്. അപ്പോൾ ഇത്രയും ആ ഗ്യാപ്പില് അന്ന് ഇന്ന പോലത്തെ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ എഴുതി ഞാൻ എന്റെ കൈയെഴുത്ത് നന്നാക്കി. പിന്നെ തലയെഴുത്ത് നന്നാക്കി. പിന്നെ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കത്ത് ഞാൻ എഴുതിയത് അതിന് ലെങ്ത് എത്രയാണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് അയച്ചതല്ല, അത് ബൈ ഹാൻഡ് കൊടുത്തതാണ്. 40 കിലോ 30 കിലോ ഞാൻ 25 പേജാണ് എഴുതിയത് ആ കത്ത്. വാരിക്ക് ആ കത്ത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷം. 22 വർഷം. കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിക്കും. കുറെ വർഷമായിട്ട് ഇങ്ങനെ അനുഭവസ്ഥ ആയതുകൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അത് നാട്ടിലേക്ക് കൊടുത്തിട്ട് ഒരു കത്തായിരുന്നു. 25 പേജ്. അത് വായിച്ചു തീർക്കാൻ 1.25 മണിക്കൂർ എടുത്തു എന്നാണ് അവള് പറഞ്ഞത്. അത് ശരി. അപ്പൊ അത് ഇന്നൊരു വേൾഡ് റെക്കോർഡ് ലെറ്ററായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് അത് ഞാൻ ഒരു ഓർമ്മയ്ക്കായി ഉള്ള സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോ ഏതായാലും നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് ഒരു ഏത് ഗാനമാണ് എന്റെ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഇനി നമുക്ക് അടുത്തത് പറയാവുന്നൊരു പാട്ട് ഭക്തിഗാനാണെന്ന് പറഞ്ഞു. ബർത്തേമോസിനെ കുറിച്ച് ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ബർത്തേമിയോസ് എന്ന ഒരു അന്ധനായ യാചകനെ കുറിച്ച് ഒരു പാട്ട്. അത് സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ആരും എഴുതാത്ത ഒരു സബ്ജക്റ്റാണ് ബർത്തേമിയോസിനെ കുറിച്ച്. ബൈബിളിൽ അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് ബർത്തേമിയോസിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുള്ളതെന്നാണ് എന്നോട് ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറഞ്ഞത്. ആ പാട്ട് കേട്ടു നോക്കാം. നല്ലൊരു പാട്ടാണെന്ന് എല്ലാവരും ബർത്തിമേവൂസെന്നൊരു അന്ധനാം യാചകൻ കർത്താവിനോടന്ന് യാചിച്ചതുപോൽ ബർത്തിമേവൂസെന്നൊരു അന്ധനാം യാചകൻ കർത്താവിനോടന്ന് യാചിച്ചതുപോൽ കർത്താവെ ഞാനിന്ന് യാചിപ്പൂ താഴ്മയായി കൃത്തിലേ അന്ധത മാറ്റേണമേ. കർത്താവെ ഞാനിന്ന് യാചിപ്പൂ താഴ്മയായി കൃത്തിലേ അന്ധത മാറ്റേണമേ. ബർത്തിമേവൂസെന്നൊരു അന്ധനാം യാചകൻ കർത്താവിനോടന്ന് യാചിച്ചതുപോൽ.
ആൾക്കൂട്ടം തിങ്ങിത്തിരക്കി നടന്നാലും ആരവം അതിലേറെ ഉച്ചത്തിലായാലും ആൾക്കൂട്ടം തിങ്ങിത്തിരക്കി നടന്നാലും ആരവം അതിലേറെ ഉച്ചത്തിലായാലും ആരെന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചാലും കർത്താവിൻ കാതിൽ ഞാനെൻ ശബ്ദം കേൾപ്പിക്കും. ആരെന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചാലും കർത്താവിൻ കാതിൽ ഞാനെൻ ശബ്ദം കേൾപ്പിക്കും. ബർത്തിമേവൂസെന്നൊരു അന്ധനാം യാചകൻ കർത്താവിനോടന്ന് യാചിച്ചതുപോ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സ്റ്റാർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റേഡിയോ സ്റ്റാറായിട്ടെത്തിയ പോൾസൺ പാവറട്ടിയോട് വിട പറയാനുള്ള സമയമാണ് ഇത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം നേരത്തെയൊക്കെ ഞാൻ താങ്കളെ ഇപ്പോ പല പൊതുപരിപാടികളിലും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള, താങ്കൾക്ക് ടെലിവിഷനിലെ ഫിലിമിലൊക്കെ കിട്ടിയിട്ടുള്ള സീരിയസ് വില്ലൻ കഥാപാത്രങ്ങൾ പോലത്തെ ഒരാളായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നമ്മുടെ സതീഷ്മന്റെ കാര്യം ഇങ്ങനെ തന്നെ. എനിക്ക് ആദ്യ ആളെ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. അതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് സീരിയസ് ആയിരുന്നു. പിന്നീട് പരിചയം പതുക്കെ കൂടി വന്നപ്പോഴത്തേക്കാണ് വളരെ സോഫ്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു അഭിമുഖം ഇത്രയും ഫ്രീ ടോക്ക് ആയിട്ട് മാറിയതും. ഒരുപാട് തമാശ പറഞ്ഞതും 15 പേജുള്ള പ്രണയലേഖനം. അത് പ്രണയലേഖനല്ല അല്ലേ? അത് പ്രണയലേഖനം തന്നെയാണ് അല്ലേ? അല്ലാതെ മക്കളുടെ കാര്യമൊന്നും 24 പേജിൽ എങ്ങും വന്നിട്ടേ ഇല്ല. പലതുണ്ട്. അതൊക്കെ കുറവാണ്. കഴിഞ്ഞ മാസം പൈസ അയച്ചതും പൈസ കുറഞ്ഞതും കൂടിയതും വേറൊരു കല്യാണത്തിന് കൊടുക്കേണ്ടതും അതൊന്നും ഇതിനകത്ത് 25 പേജിൽ വന്നില്ല. അത്തരം കാര്യമൊന്നും എനിക്കില്ല. അങ്ങനൊന്നുമില്ല. ഒക്കെ പ്രണയമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചതൊക്കെ അവരോടൊപ്പം ഉണ്ട്. അപ്പൊ ചില ശ്രോതാക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ റേഡിയോ സ്റ്റാറിലൊക്കെ വരുന്നവരോട്, അല്ലെങ്കിൽ അവര് ഫാമിലി കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് റജി പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത്, പിന്നെ കാമുക ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള വിഷയങ്ങളിലേക്ക്. ഞാൻ സത്യത്തിൽ അത് ബോധപൂർവം ചെയ്യുന്ന വിഷയമാണ്. എന്നുവെച്ചാല് ഈ വരുന്നവർക്ക് ഇപ്പൊ താങ്കൾ സ്വയം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടത്തുന്ന നാട്ടിൽ, എന്താ സ്റ്റുഡിയോയുടെ പേര്? ഫെദർ ടച്ച് ഡിജിറ്റൽ മീഡിയ. എവിടെയാണ്? പാവർട്ടി സെന്ററിൽ തന്നെയാണ്. ഓക്കെ. എനിക്ക് വേറെ 2 ചെറിയ സ്ഥാപനങ്ങൾ കൂടി ഉണ്ട്. റെക്കോർഡിംഗ് അല്ല, അത് ഫെദർ ടച്ച് ബ്യൂട്ടി സ്പോട്ട്. ഓക്കെ. പിന്നെ ഒരു ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ നാട്ടിൽ സെറ്റിലാണ്. അപ്പൊ ഞാൻ കൊല്ലത്തില് 3-4 തവണ പോയിട്ട് പണികളൊക്കെ നടത്തോടെ. ഓക്കെ. അപ്പൊ ആള് ഈ പ്രവാസി പാട്ടുകളും അവർക്ക് വേണ്ടി ഭക്തിഗാനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതുമെങ്കിലും എല്ലാം മുന്നേ കൂട്ടി കണ്ടൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. വേണല്ലോ. അല്ല, എനിക്ക് തോന്നിയത് താങ്കള് പ്രണയലേഖനങ്ങൾ എഴുതി കവിയായി, കവിത എഴുതി, പിന്നെ കഥകൾ എഴുതി അല്ലേ? എന്തായിരുന്നു കഥകൾ എഴുതിയിട്ടുണ്ട്. കഥകള് എല്ലാവരും കൊണ്ട് പറയും ഇത് പ്രകാശനം ചെയ്യണം, ഒരു ബുക്കായിട്ട് ഇറക്കണം, കഥയായാലും കവിതയായാലും ഇറക്കണം എന്നൊക്കെ പറയും. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, അല്ലാതെ എഴുതി വെച്ചിരിക്കുകയാണ്. സിനിമയ്ക്ക് പറ്റിയ കഥകൾ വരെ ഉണ്ട്. ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ താങ്കളുടെ അല്ല സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അതാണ് ഇപ്പൊ താങ്കൾ ചർച്ചിന്റെ വർക്കുകൾക്ക് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന എന്താ പറയാ അതുമായിട്ട് ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട ആൾക്കാർ, അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകര്, രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം ഇല്ല, താല്പര്യമില്ല. ഓക്കെ. അല്ല, ഞാൻ ഇലക്ഷൻ സമയമായിട്ട് ചോദിച്ചത്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇനിയിപ്പോ ഒരു 10-ാം തീയതി വരുന്നവരെ രജിസ്ട്രാറുകളൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം രാഷ്ട്രീയം ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഉണ്ടെന്നുള്ളവരെ കൊണ്ട് നമ്മൾ പറയിക്കില്ല. അത് വേറെ താങ്കളെ കണ്ടാറേ രാഷ്ട്രീയം ഇല്ലെന്ന്. ഓക്കെ. അപ്പോ നമുക്ക് ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം, ജാത്തെ താങ്കളിപ്പോ ഇവിടെ പറയുന്നു ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇപ്പോ ഇത്ര മനോഹരമായിട്ട് എഴുതുന്ന, ഇത്ര മനോഹരമായിട്ട് കവിതകൾ എഴുതുന്ന, തിരക്കഥകൾ എഴുതുന്ന മനുഷ്യൻ, ഇത്ര മനോഹരമായിട്ട് ചിരിക്കുന്ന വില്ലൻ, താങ്കൾക്ക് പിന്നെ ഒരു പ്രസംഗ കലയിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ? ഞാൻ പ്രസംഗ കല സാഹിത്യപരമായിട്ട് ഞാൻ പ്രസംഗിക്കാറില്ല. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് സോഡ എന്നൊക്കെ പറയുന്ന ആ ടൈപ്പല്ല.
ഒരാളിലേക്ക് ഒരു വിഷയം സന്നിവേശിപ്പിക്കാൻ, ആ വിഷയം അവതരിപ്പിക്കാനൊക്കെ ഒരു കഴിവുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നു? അതൊരു കൊച്ചു വിഷയം അത് മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ ഒരു അവതാരകൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് ഐ വാസ് എ ടീച്ചർ. അതാണ്. അപ്പോ ദൈവം സഹായിച്ച് ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ 80-90% മാർക്കോടെ പാസ്സായിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ഞാൻ ആയിരുന്നു എന്നുള്ളത്. എനിക്കെന്താ സംസാരിച്ചപ്പോൾ തോന്നിയതാണ്. താങ്കൾ ഓരോ വിഷയങ്ങൾ നമ്മൾ വളരെ സ്പീഡിൽ പോകുന്നു. ഞാൻ നമ്മുടെ ശ്രീകണ്ഠൻ സാറ് ഇടപെട്ട് പറയുന്നത്, അപ്പൊ ഞാൻ താങ്കളിലേക്ക് വരാം, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ തമ്മിലൊക്കെ പോകില്ലേ എന്ന് പറയുന്ന പോലെ ഇരിക്കേണ്ട ആവശ്യം പലപ്പോഴും വരാറുണ്ട്. കാര്യം വെച്ചാൽ ഇവിടെ ഈ സൗണ്ട് എഞ്ചിനീയറും നമ്മളും ഞാനും പോൾസണാണ് ഉള്ളത്. അപ്പൊ നമുക്ക് 1 മണിക്കൂറാണ് ഉള്ളത്. അടുത്ത വാർത്തയ്ക്കുള്ള സമയമാവുന്നു. വാർത്താ വായനക്കാരനെത്തുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും പറയുകയും വേണം. പവർട്ടിയിലും പോകണം, ദുബായിലും വരണം, പാട്ടും കേൾപ്പിക്കണം. ഇല്ലെങ്കിൽ താങ്കൾ തന്നെ ഇറങ്ങിയിട്ട് ഒരു റിജി, എനിക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എനിക്ക് ഒരു നാടകം അല്ലെങ്കിൽ സിനിമ എന്നൊക്കെയുള്ള സംഭവം കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഓടി ചാടി നടക്കുന്നത്. ഇവിടെ ചാടുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയത്തിലേക്ക് കട്ട് ചെയ്ത് കയറുമ്പോഴൊക്കെ താങ്കൾ പറയാനുള്ളത് വളരെ ഷാർപ്പായിട്ട്, ഒരുപക്ഷെ ഒരു എഴുത്തുപോലെ വരികളായിട്ട് എഴുതുമ്പോൾ അങ്ങനെയുള്ള സുഖം, എഴുത്തിന്റെ സുഖം എന്ന് പറയുമ്പോൾ താങ്കൾക്കറിയാം, നമുക്കൊരു വിഷയം അതിന്റെ എല്ലാ വരികളും ഏറ്റവും ചുരുക്കി എഴുതി വൃത്തിയാക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ ഏതായാലും ഇനി നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയുന്നത്? താങ്കൾ 26 വർഷത്തിൽ എന്തായാലും റേഡിയോ കേൾക്കുന്ന, ഒരുപാട് വർഷങ്ങൾ റേഡിയോ കേട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ റേഡിയോയെ പറ്റി അല്ലെ, റേഡിയോ ശ്രോതാക്കളെ പറ്റി? ഇവിടെ ദൈവം സഹായിച്ച ഇവിടെ നിന്ന് 7 റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പം ഈ റേഡിയോ അതുപോലെ TV ചാനൽസ് എല്ലാതും നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പം എനിക്ക് ഇന്ന് ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം നമ്മളുടെ മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾ, ഞാൻ എന്താ പറയണ്ടേ, എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇന്ന് പാരവപ്പാണ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിനായിട്ടുള്ളത്. റേഡിയോയിലോ? അല്ല, മൊത്തത്തിലുള്ളത്. റേഡിയോ അല്ല, ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറയുന്നത്. അപ്പൊ ആ പാരവപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് പരസ്പരം സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്യുക, പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക. സഹായം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഹെൽപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് ജോലി ആക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു സഹായമാണ്. ജസ്റ്റ് ഒരു മാനസികമായി വിഷമിച്ചിരിക്കുന്ന ആൾക്ക് ഒന്ന് പുഞ്ചിരിയോടെ ഒരു ഉപദേശം പറഞ്ഞു കൊടുത്താൽ അതൊരു സഹായമാണ്. അങ്ങനെയുള്ള പറ്റാവുന്ന സഹായം ചെയ്താൽ മതി. അതാണ് ഇന്ന് ഇല്ലാത്തൊരു കാര്യം. ഇപ്പം ഞാൻ 26 വർഷം മുമ്പ് വരുന്ന സമയത്തൊക്കെ എല്ലാവരും തമ്മിൽ നല്ലൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും അപ്പനെയാണ്. ആരും പരസ്പരം കണ്ടാൽ തിരിച്ചറിയാത്തൊരവസ്ഥയിലാണ്. ബാച്ചിലേഴ്സ് റൂമിൽ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആള് നാട്ടിൽ പോയാൽ പോലും അറിയാത്ത സിറ്റുവേഷനാണ്. അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടെ താമസിച്ചിരുന്ന രാത്രി കാണാനില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നാട്ടിലെത്തിയെന്ന്. അത്രേ ഉള്ളൂ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇന്നിപ്പോൾ എല്ലാവർക്കും ലാപ്ടോപ്പാണ്. റൂമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ലാപ്ടോപ്പിന് മുമ്പിലാണ്. ആർക്കും അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം പോലും ഇല്ല. അതൊരു വലിയൊരു ഫോൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് അതിനുള്ള പരിഹാരം താങ്കളുടെ കയ്യിൽ തൂലികയുണ്ട്. കഥകളാക്കാം, അത് ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകളാക്കാം, ടെലിഫിലിമുകളിലെ വിഷയങ്ങളാക്കാം. തന്നെയല്ല, ഞാൻ കണ്ടിട്ടുള്ളത് താങ്കളുടെ റൂമിലൊരു കവിയാണോ? ഞാൻ ചില ഫോട്ടോസൊക്കെ കണ്ട് അസൂയോടെ റൂമിൽ ഓണം ആഘോഷിക്കുന്നു, പിറന്നാൾ ആഘോഷിക്കുന്നു, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഉണ്ടാവും. അവിടെ ഒരു ചേട്ടനാണോ, അണ്ണനാണോ, മാഷാണോ, ആരാണോ? ഉള്ളതിൽ ഏജ് എനിക്ക് തന്നെയാണ് ഉള്ളത്. പക്ഷെ അവരെക്കാളും മനസ്സുകൊണ്ട് യങ് ഞാനാണ്. അത് ശരി. പ്രണയമൊക്കെ കൂടുതലും എല്ലാതും ഉണ്ട്. വരാൻ പോകുന്ന അടുത്ത പ്രണയഗാനം. അതെ, ഞാൻ എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ്. ഇപ്പൊ ഈവൻ പുതിയതായിട്ട് വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആൾക്കാരോടാണെങ്കിലും ഞാൻ വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ച് അവർക്ക് വേണ്ട ഗൈഡ്ലൈൻസ് ഒക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അത് എനിക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അങ്ങനെ എന്താ പറയാ, ഇതുപോലെ ചിരിച്ചുല്ലസിച്ച് അനുഭവങ്ങൾ പങ്കുവച്ച് സംഗീതം പങ്കുവച്ച് മനസ്സിലെ സാഹിത്യ വാസനകൾ പരിപോഷിപ്പിച്ച് ഒക്കെ ഇനിയും ഒരുപാട് വർഷങ്ങൾ പ്രവാസ ലോകത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഫെദർ ടച്ചിന്റെ കാര്യം എന്താവും, ബെറ്റ്സിയുടെയും പിള്ളേരുടെയും കാര്യം എന്താവും എന്നൊക്കെയുള്ള വിഷയങ്ങൾ കിടക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രവാസ ജീവിതം ആശംസിക്കുന്നില്ല. എന്നാലും ഉള്ള കാലം സന്തോഷത്തോടെ ഇരിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. വോയിസ് ഓഫ് കേരള 101.5 ശ്രോതാക്കൾക്ക് വേണ്ടി ഗാനരചനയിലും അതുപോലെ തന്നെ തിരക്കഥകളിലായാലും താങ്കൾ എഴുതുന്ന കവിതകളിലായാലും കഥകളിലായാലും അഭിനയിക്കുന്ന നാടകങ്ങളിലായാലും ടെലിഫിലിംസിലായാലും ഒക്കെ അതിന്റെ 100% നൽകി വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ ജീവിതം ആനന്ദകരം, പ്രവാസ ജീവിതം ആനന്ദകരമാക്കാനുള്ള ദൈവാനുഗ്രഹം പോൾസൺ പാവർട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച്
പിരിയാൻ നമുക്ക് അല്ലേ? ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, വിശ്രമിക്കരുത്. അത് ദൈവം നമുക്ക് ഓരോരുത്തരെ നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ. വിശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി വിശ്രമിക്കാം. നാളെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് വിശ്രമിക്കാം. അതൊക്കെ അല്ലാതെ ഞാൻ ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മരണം വരെ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ആഗ്രഹം പോലെ ആവട്ടെ. പ്രിയരെ, ഇന്ന് പോൾസൺ പാവറട്ടി വോയിസ് ഓഫ് കേരള 115 AM പടികൾ ഇറങ്ങുമ്പോൾ തന്റെ പ്രവാസ ജീവിതത്തിലെ മറ്റൊരു വർഷത്തിലേക്ക്, മറ്റൊരു പ്രവാസ ദിവസത്തിലേക്കാണ് ഇറങ്ങുന്നത്. ആശംസകൾ നേരാം. മറ്റൊരു അതിഥിയുമായിട്ട് അടുത്ത ആഴ്ച റേഡിയോ സ്റ്റാർ എന്ന വേദിയിൽ വീണ്ടും ഒത്തുചേരുന്നതുവരെ സ്നേഹത്തോടെ ഇതാ പോൾസൺ പാവറട്ടിയുടെ മറ്റൊരു ഗാനം സമ്മാനിച്ച് നമുക്ക് ഈ ആഴ്ച പിരിയാം. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് വീണ്ടും ഒത്തുചേരാം. നന്ദി, നമസ്കാരം. ആണിറങ്ങി ഹൃത്തിൽ സ്നേഹം മുളയെടുത്തു, സ്നേഹം മെല്ലെ വളർന്നുയർന്നു, പ്രണയവല്ലരിയായി പടർന്നു, പ്രണയവല്ലരിയായി പടർന്നു. മോഹം ഹൃത്തിൽ ആണിറങ്ങി ഹൃത്തിൽ സ്നേഹം മുളയെടുത്തു, സ്നേഹം മെല്ലെ വളർന്നുയർന്നു, പ്രണയവല്ലരിയായി പടർന്നു, പ്രണയവല്ലരിയായി പടർന്നു. പ്രണയവല്ലരി പൂത്തുലഞ്ഞു, സ്നേഹസുഗന്ധം നിറഞ്ഞു, പ്രണയവല്ലരി പൂത്തുലഞ്ഞു, സ്നേഹസുഗന്ധം നിറഞ്ഞു, സ്നേഹഗന്ധം അകതാരിൽ തീർത്തു, അനുരാഗം കിനിയും പൂഞ്ചോല. ഹൃത്തിൽ ആഴ്ന്നിറങ്ങി ഹൃത്തിൽ സ്നേഹം മുളയെടുത്തു. സ്നേഹസൂനങ്ങളിൽ മധു നിറഞ്ഞു, മധുനുക്കരാനായി ശലഭം വന്നു, സ്നേഹസൂനങ്ങളിൽ മധു നിറഞ്ഞു, മധുനുക്കരാനായി ശലഭം വന്നു, മതിവരെ ശലഭം മധുനുകർന്നു, സൂനങ്ങൾ നിർവൃതി പൂതി. ആഴ്ന്നിറങ്ങി ഹൃത്തിൽ സ്നേഹം മുളയെടുത്തു, സ്നേഹം മെല്ലെ വളർന്നുയർന്നു, പ്രണയവല്ലരിയായി പടർന്നു, പ്രണയവല്ലരിയായി പടർന്നു, പ്രണയവല്ലരിയായി പടർന്നു, പ്രണയവല്ലരിയായി